അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മോഡൽ പേപ്പറാണ്. പൊതുപരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് മോഡൽ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, അതുപോലെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തിട്ട് താഴത്തേക്ക് എഴുതി കൊടുക്കാനാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം അറിയേണ്ടത് എഴുതണം കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, കിട്ടിയതൊക്കെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അവസാനം ചിലപ്പോൾ യോജിക്കാത്ത ഉത്തരങ്ങളൊക്കെ കാര്യം കിട്ടുക. അതുകൊണ്ട് ആദ്യം അറിയുന്ന ഉത്തരങ്ങൾ മാത്രം എഴുതുക, അതിന് ശേഷം അറിയാത്തത് അവസാനത്തേക്ക് ബന്ധിച്ചു വെക്കുക. പരീക്ഷയ്ക്കും അത് തന്നെയാണ് ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് യാതൊരു കാരണവശാലും അതിനായിട്ട് എന്ത് ചെയ്യരുത്, സമയം കളയരുത്. ആദ്യം കിട്ടുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കട്ടോ. ഇവിടെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുക്കാം. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച ഉത്തരങ്ങൾ എഴുതിയെടുക്കുക. 1. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. അതിന് പറയുന്ന പേരാണ് ഇത്ബാഖ്. 2. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴുമുള്ള ഹംസ. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും തുടക്കത്തിൽ വരുന്ന ഹംസക്ക് എന്ത് പറയാം, ഹംസത്തുൽ ഖത്അ. 3. ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടലാണ്. ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ പേരാണ് ജംഉൽ ഖുർആൻ. 4. ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസ. അതേതാണ്, ഹംസത്തുൽ ഖത്അ ആണ്. 5. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ബ്രാക്കറ്റിൽ കാണാം ഇസ്തിഅലാ. ഇനി അടുത്ത പ്രവർത്തനം അതായത് ഇത് ലിസാനിലെ പരീക്ഷയാണ്. അതായത് 2 വിഷയം കൂടെ ഒന്നിച്ചാണ് പൊതുപരീക്ഷയ്ക്ക് വരാറ്. തജ്വീദും ലിസാനും ഒന്നിച്ചാണ് പൊതുപരീക്ഷയ്ക്ക് വരാറ്. മൊത്തം 4 വിഷയങ്ങളിൽ അങ്ങനെ എഴുതിയെടുക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ, എഴുതിയെടുക്കാനുള്ളത്. അതുപോലെ താരീഖും അഖ്ലാഖും ഒന്നിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടലായിട്ട് 100 മാർക്ക് ആയിരിക്കും. 2 വിഷയം കൂടെ ടോട്ടലായിട്ട് 100 മാർക്ക്. അതുപോലെ തന്നെ തജ്വീദും ലിസാനും ടോട്ടലായിട്ട് 100 മാർക്കിനാണ് ഉണ്ടാവുക. പിന്നെ ഫിഖ് വേറെയാണ്, അഖീദ വേറെയാണ്. അങ്ങനെ എഴുത്ത് പരീക്ഷയായിട്ട് 4 വിഷയങ്ങളാണുള്ളത്. പിന്നെ ഖുർആനും ഹിഫ്ളും ഉണ്ടാകും. പക്ഷേ ഹിഫ്ളിന് ശേഷം ദിക്റുകൾ പൊതുവെ പരീക്ഷകളിൽ ചോദിക്കാറില്ല. പൊതുപരീക്ഷകളിൽ ദിക്ർ ചോദിക്കാറില്ല. ഖുർആനോത്തും അതുപോലെ തന്നെ ഹിഫ്ളും, അത് രണ്ടാണ് ഉണ്ടാകാറുള്ളത് കേട്ടോ. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കാം. ഇവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചു കൊടുക്കുക. 1. അല്ലാഹുമ്മ ജഅൽഹു ലനാ ഡാഷ് വ ഇമാമൻ ഡാഷ് തിലാവത്തഹു ഡാഷ് യുർളീക അന്ന. ഇത് നമ്മുടെ തജ്വീദിലെ അവസാന പാഠമുണ്ട്. പാഠത്തിൻ്റെ പേരാണ് ഖത്മുൽ ഖുർആൻ. അപ്പോൾ ആ ഖത്മുൽ ഖുർആൻ എന്നുള്ള പാഠത്തിൽ ആ ദുആയിൽപ്പെട്ട ഒരു ഭാഗമാണ് രണ്ടാമത്തെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പെട്ടൊരു ഭാഗമാണിത്. അല്ലാഹുമ്മ ജഅൽഹു ലനാ ശിഫാഅൻ വഹുദൻ വഇമാമൻ വറഹ്മതൻ വർസുഖ്നാ തിലാവതഹു അലാ നഹ്വില്ലദീ യുർളീക അന്നാ. 2. അല്ലാഹുമ്മ ഇന്നാ ഡാഷ് വ അബ്നാഅ ഡാഷ് വ ഡാഷ് ഇമാനിക ഡാഷ് ബിയദിക ഡാഷ് ഫീനാ ഡാഷ് അദ്ലു ഫീനാ ഖളാഉക. ഇതും അതിൻ്റെ തുടക്കത്തിലുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നാ അബീദുക വ അബ്നാഉ അബീദിക വ അബ്നാഉ ഇമാഇക നാസിയതഹു ബിയദിക മാളിൻ ഫീനാ ഹുക്മുഹു അദ്ലുൻ ഫീനാ ഖളാഉക. ഇനി അടുത്ത പ്രവർത്തനം അരിബാണ്, അറബിയാക്കാനാണ്. 1. നീ ഇന്ന് ദിനപത്രം വായിച്ചിട്ടുണ്ടോ? എങ്ങനെ പറയും? ആദ്യം ഉണ്ടോ എന്നുള്ള ചോദ്യം വരണം. ഹൽ ഖറഅത, നീ വായിച്ചോ? ഹൽ ഖറഅത ജരീദത്തുൽ യൗം, നീ ഇന്ന് ദിനപത്രം വായിച്ചോ? എങ്ങനെയാണ് പറയാം? ഹൽ ഖറഅത ജരീദത്തുൽ യൗം. 2. ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു. ജാഅൽ ഉസ്താദു ഇലസ്സഫി. ജാഅൽ ഉസ്താദു, ഉസ്താദ് വന്നു, ഇലസ്സഫി ക്ലാസ്സിലേക്ക്. ഇനി അടുത്തത് സെരീഫാണ്, സർഫാക്കാനുള്ള പൊതുവെ കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുപരീക്ഷയ്ക്ക് വരാനും സാധ്യതയുണ്ട്.
ഏതായാലും അതല്ലെങ്കിൽ മാദിയും മുലാരി വേർതിരിക്കാനായിരിക്കും പൊതുവെ വരാറ്. എല്ലാ വർഷങ്ങളിലും മാദി മുലാരും വേർതിരിക്കാൻ വരാറുണ്ട്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് മാദി വേർതിരിച്ച് ചെയ്ത, മുലാരി വേർതിരിച്ച് ചെയ്ത. അപ്പോൾ ഇവിടെ ജലസ എന്നതിൻ്റെ ജലസ, ജലസ, ജലസു, ജലസത്ത്, ജലസത്ത, ജലസ്ന, യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബുന. ഇനി അടുത്ത പ്രവർത്തനമാണ് ശരി എടുത്തെഴുതാം. ഇവിടെ ചോദ്യങ്ങൾക്ക് വിട്ടുപോയ ഭാഗത്തിന് യോജിച്ചത് അടുത്ത ഭാഗത്ത് ഓരോ കൊള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് അവിടെ കൊടുക്കേണ്ടതെന്ന് തിരഞ്ഞെടുത്ത് എഴുതാം. അതല്ലെങ്കിൽ ടിക്കിട്ടാലും മതി. 1 ഡാഷ് അൽ ഉസ്താദു അൽ കുർസിയി, ഉസ്താദ് കസേരയിൽ ഡാഷ്. അവിടെ 3 ഓപ്ഷനുള്ളത്. എജിലിസു ഇരിക്കുന്നു, യനാമു ഉറങ്ങുന്നു, യൽഅബു കളിക്കുന്നു. യോജിച്ചത് യജിലിസു എന്നാണ്. യജിലിസുൽ ഉസ്താദു അലൽ കുർസി, ഉസ്താദ് കസേരമേൽ ഇരിക്കുന്നു. 2 ഡാഷ് ജുനൈദുൻ അസ്നാന, അവിടെ സല്ലമ എന്നുണ്ട്, അതുപോലെ തന്നെ മജ്ജദ എന്നുണ്ട്, നല്ലഫ എന്നുണ്ട്. ഇവിടെ ശരിയാക്കി എഴുതേണ്ടത് നല്ലഫ ആണ്. നല്ലഫ ജുനൈദുൻ അൽ അസ്നാന, ജുനൈദ് പല്ലുകൾ വൃത്തിയാക്കി, മാളിയാണ്. നല്ലഫ യുനല്ലിഫു, അങ്ങനെ മുലാരി വരിക. സല്ലമ യുസല്ലിമു എന്ന് പറഞ്ഞതുപോലെ. 3 ഡാഷ് അൽ ഉമ്മു ബാഹത്ത് ബിൽ മിക്കനസത്തി, ഉമ്മ ചൂലുകൊണ്ട് പുറംഭാഗം ഡാഷ്. അവിടെ യോജിച്ചത് അല്ലഫത്ത് എന്നുണ്ട്, ഫതഹത്ത് എന്നുണ്ട്, ലഹബത്ത് എന്നുണ്ട്. 3 ഓപ്ഷനാണ് അതിൽ കറക്റ്റ്. അല്ലഫത്ത് സ്ത്രീ ആകുമ്പോൾ അവസാനം താ ഉണ്ടാകും. അല്ലഫത്ത് വൃത്തിയാക്കുക എന്നുള്ള ഫെയിലല്ല അവിടെ കൊടുക്കേണ്ടത്. ചൂലുകൊണ്ട് വൃത്തിയാക്കുന്നു. ഇനി 4 അബ്ദുല്ലാഹിബിനുൽ കസീറിന് ഡാഷ്, അതായത് അബ്ദുല്ലാഹിബിൻ കസീർ എന്നവരുടെ നാട് എവിടെയാണ്? ഇവിടെ ഓപ്ഷനുണ്ട് മക്കിയാണോ, ഷാമിയാണോ, കൂഫിയാണോ. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആ 10 കാരികളുടെ പേരുകൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വായിക്കുമ്പോൾ തന്നെ കിട്ടും. അബ്ദുല്ലാഹിബിൻ കസീറിൻ മക്കി എന്നാണ്. അപ്പോൾ മക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ പേര്. മക്കക്കാരനാണ്. 5 അബു അംറിൻ ഡാഷ്, അവിടെ യോജിച്ചത് ഏതാണ്? മദനി എന്നാണോ, മിസ്രി എന്നാണോ, മക്കി എന്നാണോ? ശരിയായത് അബു അംറിനിൽ ബസരി, ബസറക്കാരനാണ്. 6 സജദയുടെ ആയത്തുകൾ. ഖുർആനിൽ സജദയുടെ ആയത്തുകൾ എത്ര എണ്ണം ഉണ്ട്? 17 ഉണ്ട്, 14 ഉണ്ട്, 13 ഉണ്ട്. ശരിയായത് 14 സ്ഥലങ്ങളിലാണ് സജദയുടെ ആയത്തുള്ളത്. ഇനി വ്യക്തമാക്കാം. 1 പരിശുദ്ധ ഖുർആൻ ഗ്രന്ഥമാക്കിയ ഖലീഫ, ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രന്ഥമാക്കിയത് ഏത് ഖലീഫയാണ്? അവിടെ ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് എന്ത് ചെയ്തത്? പല കോപ്പികളായിട്ട് വേർതിരിച്ച് എല്ലാ നാടുകളിലേക്കും അയച്ചു കൊടുത്തത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഒരുമിച്ച് കൂട്ടിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ. പക്ഷേ അത് പല കോപ്പികളായിട്ട് വിതരണം ചെയ്തത് അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അന്നത് ചെയ്തത്. ഇനി അടുത്ത ചോദ്യം, ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ച കാരികളുടെ എണ്ണം എത്ര പേരാണ്? 10. അവിടെ 10 എന്ന് എഴുതി കൊടുത്താൽ മതി. 3 വല്ലുഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലുന്നതിൻ്റെ വിധി. അവസാനത്തെ പാഠത്തിലുള്ള ചോദ്യം ഉണ്ട്, ഭാഗമാണ് അത്. സുന്നത്താണ് അതിൻ്റെ വിധി. ഇനി 4 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യം. അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ ഉത്തരം സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. 5 സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഖുർആൻ ക്രമപ്രകാരം ഓതുന്നതിന് പറയുന്ന പേര്. അതാണ് അവസാനത്തെ പാഠത്തിലുള്ള ഖത്തുമുൽ ഖുർആൻ എന്നുള്ള ആ പാഠത്തിൻ്റെ ഹെഡിങ് ഉണ്ടല്ലോ, ഖത്തുമ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, ഖത്തുമുൽ ഖുർആൻ.
ഇനി ഉത്തരം എഴുതാം. ഒന്ന് ഷുറൂത്തുൽ ഗുസ്ലി കം ഹിയ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അത് എത്രയാണെന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. അല്ലാതെ ഏതൊക്കെയാണെന്ന് എഴുതി കൊടുക്കൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആ എണ്ണം എഴുതിയാൽ മതി. ചോദ്യം ഷുറൂത്തുൽ ഗുസ്ല കം ഹിയ എന്നാണ്. കുളിയുടെ ഷർത്തുകൾ എത്രയാണ്? അത് ഖംസത്തുൻ എന്ന് എഴുതി കൊടുക്കുക, 5. 2 ഇല ഐന ഹാജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എവിടേക്കാണ് ഹിജ്റ പോയത്? ഇല ഐന എന്നാൽ എവിടേക്ക്, മിൻ ഐന എവിടെ നിന്ന്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. നബി തങ്ങൾ ഹിജ്റ പോയത് മദീനയിലേക്കാണ്. ഇലൽ മദീനത്തിൽ മുനവ്വറ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇലൽ മദീന അങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല, രണ്ടും പറ്റും. ഇനി അടുത്തത് കം സനത്തൻ ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് എത്ര വർഷം? എത്രയാണ്? മദീനയിൽ 10 വർഷം. അഷറ സിനീൻ എന്ന് എഴുതി കൊടുത്താൽ മതി, 10 വർഷം. ഇനി അടുത്ത ചോദ്യം 4 മത്താ തഖൂമു മിനൻ നൗമി, നീ എപ്പോഴാണ് ഉറക്കിൽ നിന്ന് ഉണരുന്നത്? അപ്പം എങ്ങനെ എഴുതിയ? അഖൂമു ഞാൻ ഉണരുന്നു, മിനൻ നൗമി ഉറക്കിൽ നിന്ന്, മുബക്കിറൻ അതിരാവിലെ അങ്ങനെ എഴുതാം. ഈ ഖബലൽ ഫജ്രി പ്രഭാതത്തിന് മുമ്പ് എന്നാണ് ഖബലൽ ഫജ്ർ, അതുമാണെങ്കിൽ എഴുതട്ടോ. ഇനി അടുത്തത് 5 ഇല ഐന യദ്ഹബു ഖാലിദ്, ഖാലിദ് എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ഖാലിദും അതുപോലെ തന്നെ 2 പേരെ സംഭാഷണം പഠിച്ചിട്ടുണ്ടായിരുന്നു പാഠഭാഗത്ത്, അല്ല ഹിവാർ എന്നുള്ള. ഖാലിദ് എവിടേക്കാണ് പോയിരുന്നത്? അങ്ങാടിയിലേക്കാണ്. ഇല സൂഖി എന്ന് കൊടുത്താൽ മതി, ഇല സൂഖി. ഇനി തർജും ചെയ്യാനാണ്, അതായത് ഇവിടെ അറബി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എഴുതുക. അർത്ഥം എഴുതുമ്പോൾ ഒരിക്കലും മലയാളത്തിൽ എഴുതരുത്, അറബി മലയാളത്തിൽ തന്നെ എഴുതണം. എഴുതും നല്ല വൃത്തിയിൽ എഴുതും വേണം. 1 യഖിലൽ ഉമ്മു ഖബലൽ ഫജ്രി, പ്രഭാതത്തിന് മുമ്പ് ഉമ്മ ഉണർന്നു. കാരണം യഖില എന്നത് മാലിയാണ്, മുലാരി അല്ല. യഖില യൈഖലു എന്നാണ് മുലാരി. അപ്പോൾ യഖിലൽ ഉമ്മു ഖബലൽ ഫജ്രി, പ്രഭാതത്തിന് മുമ്പ് ഉമ്മ ഉണർന്നു. 2 യക്തുബു ത്വാലിബു അദ്ദർസ, വിദ്യാർത്ഥി പാഠം എഴുതുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് ആവശ്യമായ മോഡൽ ക്വസ്റ്റ്യനുകൾ. ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരണം എന്നില്ല, ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.